രണ്ടാഴ്ചയോളം നീണ്ട നാടകീയ സംഭവവികാസങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് നെയ്യാറ്റിൻകരയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് പുലർച്ചെ തുറന്നത്. ഗോപൻ സ്വാമി മരിച്ചോ, മരിച്ചെങ്കിൽ എങ്ങനെ എന്ന പോലീസിന്റെ അന്വേഷണമാണ് കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ കൊണ്ടെത്തിച്ചത്. കല്ലറയ്ക്കുള്ളിൽ കഴുത്തുവരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടി ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഒടുവിൽ നെയ്യാറ്റിൻകര അതിയന്നൂർ കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറന്നു. മുകളിലെ സ്ലാബ് പൊളിച്ചപ്പോൾ ഭസ്മവും കർപ്പൂരവും പൂക്കളുമടക്കം പൂജാദ്രവ്യങ്ങൾ കൊണ്ട് കഴുത്തുവരെ മൂടിയ നിലയിൽ മൃതദേഹം കണ്ടു. അഴുകിത്തുടങ്ങിയ മൃതദേഹത്തിന്റെ മുഖത്തും ശിരസിലും കളഭവും ഭസ്മവും പൂശിയിട്ടുണ്ടായിരുന്നു. മക്കൾ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ കല്ലറയ്ക്കുള്ളിൽ ഇരുത്തിയ നിലയിലായിരുന്നു ശരീരം. ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഭസ്മം കഴുത്തുവരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുന്ന നിലയിലായിരുന്നു. ടാർപോളിൻ കൊണ്ട് ചുറ്റി മറ കെട്ടിയതിനു ശേഷമാണ് കല്ലറ പൊളിച്ചത്. നാട്ടുകാരെ ആരെയും ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. പോലീസ് സർജനും മറ്റു ഫോറൻസിക് വിദഗ്ധ സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. പരാതിക്കാരന്റെ അടക്കം സാന്നിധ്യത്തിലാണ് കല്ലറ തുറന്നത്. ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പുറത്തേക്കിറങ്ങിയില്ല. ഗോപൻ സ്വാമിയുടേത് തന്നെയാണ് മൃതദേഹമെന്ന് പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായിട്ടുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ DNA പരിശോധന അടക്കം ശാസ്ത്രീയ സ്ഥിരീകരണം ഉണ്ടാകണം. മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഗോപൻ സ്വാമിയായിട്ട് ഇവിടെ നാട്ടുകാർക്ക് ഒരുപാട് ബന്ധമുണ്ട്. അങ്ങനെ ഇവിടെ ചുമട്ടുതൊഴിലാളിയായിരുന്ന ആളാണ്. ഹിന്ദുക്കളുമായിട്ടും മുസ്ലിമുമായിട്ടും ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയെങ്കിലും കാണാനുള്ളൊരു അവകാശം നാട്ടുകാർക്കുണ്ട്. അപ്പം അത് നിഷേധിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് അച്ഛൻ പറഞ്ഞിട്ട് ആരും കാണിക്കേണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച കല്ലറ തുറക്കാൻ പോലീസും തഹസീൽദാരും നടത്തിയ ശ്രമങ്ങളെ കുടുംബവും ഹിന്ദു ഐക്യവേദിയും ഒരു വിഭാഗം നാട്ടുകാരും ചേർന്ന് തടഞ്ഞ സാഹചര്യം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം സ്ഥലത്തൊരുക്കിയിരുന്നു. സംഘർഷ സാഹചര്യം ഒഴിവാക്കാൻ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് മുൻകരുതലും സുരക്ഷയും ഒരുക്കിയത്. നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം നേരിട്ട് ഏകോപിപ്പിച്ചു. സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. ഇന്നലെ രാത്രി വൈകിയും കല്ലറയിൽ മകൻ രാജസേനൻ പൂജ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കല്ലറ പൊളിക്കാനെത്തിയപ്പോൾ വിചിത്രവാദങ്ങൾ ഉയർത്തി വൈകാരികമായി പെരുമാറിയ കുടുംബാംഗങ്ങൾ ഇന്ന് ശാന്തരായിരുന്നു. ആരും തടയാനെത്തിയില്ല, പ്രതിഷേധമുയർത്തിയില്ല. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കല്ലറ പൊളിച്ചേ തീരുവെന്ന് പോലീസും ജില്ലാ ഭരണകൂടവും കുടുംബത്തെയും പ്രതിഷേധമുയർത്തിയ സംഘപരിവാർ സംഘടനാ പ്രതിനിധികളെയും പലവട്ടം അറിയിച്ചിരുന്നു. ഇന്നും സബ് കളക്ടർ കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് കല്ലറ പൊളിച്ചത്. കല്ലറ പൊളിക്കുന്നത് തടയാൻ ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിച്ച് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണെന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരുമെന്നും കോടതി നിരീക്ഷിച്ചു. ഇതേ തുടർന്നാണ് ഇന്ന് പുലർച്ചെ തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ഗോപൻ സ്വാമി മരിച്ചതിന് ദൃക്സാക്ഷികളോ ഡോക്ടർമാരുടെ സ്ഥിരീകരണമോ ഔദ്യോഗിക രേഖയായ മരണ സർട്ടിഫിക്കറ്റോ ഇല്ല. മൃതദേഹം ആരും കണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗോപൻ സ്വാമിയെ കാണാതായതായാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ സാഹചര്യത്തിൽ കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ടത് അനിവാര്യമായി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.